ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം എക്സാമിൻ്റെ ഒരു ചൂടിലായിരിക്കും അല്ലേ. അപ്പം എൻ്റെ മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം അധികമായിട്ട് എൻ്റെ കുട്ടികൾ ഇങ്ങനെ തിരഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നോക്കിയാൽ ഒരുപാട് ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള, എന്തായാലും വരും എന്ന ഉറപ്പുള്ള ഒരു ഭാഗമാണ് ഫ്രാക്ഷൻ്റെ ഭാഗം. അപ്പോൾ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാൻ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാവുന്ന കാര്യമാണ്. എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഒരു ചോദ്യമാണ്, അത് നല്ലോണം ശ്രദ്ധിക്കുക. ഓരോന്നായിട്ട് നമുക്ക് എന്താക്കാനുണ്ടാവും, ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനുണ്ടാകും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. എൻ്റെ കുട്ടികളൊന്ന് വേഗം വായിച്ച് നോക്കിക്കേ. എന്താ വരിക? ഒരു പെട്ടിയിൽ വ്യത്യസ്ത നിറത്തിലുള്ള റിബണുകൾ ഉണ്ട്. അപ്പോൾ ആ റിബണുകളുടെ കളറുകളാണിത് താഴെ കൊടുത്തത്. പച്ച, ഓറഞ്ച്, നീല, വെള്ള എന്നിങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് 4 കളറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് ഓരോന്നും എത്ര മീറ്റർ നീളമുണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ചോദിച്ചത് എത്രയേ ഉള്ളൂ. ഇവയിൽ ചില റിബണുകൾ ഒന്നിനോടൊന്ന് നീളത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിനോടൊന്ന് നീളത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യണം അല്ലേ. എത്ര എണ്ണം ചേർത്ത് വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ കൂട്ടി പോവേണ്ടി വരും. അപ്പോൾ ഓരോ സമയത്ത് ലഭിക്കുന്ന റിബണിന്റെ ആകെ നീളം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചത്. സെറ്റാണ്. ഇത് നമുക്കിവിടെ എ ആയിട്ട് എന്താ ചോദിച്ചത്? പച്ചയും വെള്ളയും ആഡ് ചെയ്താൽ എന്ത് വരും? അതേപോലെ തന്നെ പച്ച പ്ലസ് നീല, പച്ച പ്ലസ് ഓറഞ്ച്, വെള്ള പ്ലസ് ഓറഞ്ച്, പച്ചയും വെള്ളയും ഓറഞ്ചും കൂടെ കൂട്ടിയാൽ എന്ത്? ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയക്കാരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതാണ് ക്വസ്റ്റ്യൻ. 2 രീതിയിലുണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോകണം. അപ്പം ഞാൻ ആദ്യം എ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? പച്ചയും വെള്ളയും കൂടെ ആഡ് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചു അല്ലേ നമ്മളോട്. ഇപ്പൊ നോക്കിക്കേ എൻ്റെ കുട്ടികൾ, ഗ്രീനും അതേപോലെ തന്നെ വൈറ്റുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഗ്രീന് G എന്ന് കൊടുത്തിട്ടുണ്ട്, വൈറ്റിന് W എന്ന് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഗ്രീൻ എന്താണെടാ നമുക്ക് തന്നത്? 1/2 മീറ്റർ ആണ്. അപ്പൊ 1/2 മീറ്ററും അതേപോലെ തന്നെ എത്രയും കൂടെ ആഡ് ചെയ്യണം. അടുത്ത വൈറ്റ് എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ ആണ്. 1.5 മീറ്റർ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ 1/2 മീറ്ററും 1.5 മീറ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് നമുക്ക് ലോജിക്കലി നമുക്ക് വേഗം ചിന്തിച്ചിട്ട് പറയാം. ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് പറയാം. എങ്ങനെയാ പറയുക? എടാ, നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അരയും കൂട്ടിയാൽ എന്താ വരിക? പകുതിയും കൂടെ കൂട്ടിയാൽ അല്ലേ എന്താവുക? 1 ആവുക അല്ലേ. ഇപ്പൊ അരയും കൂടെ കൂട്ടിയാൽ എന്താകും? 1 ആവും. നോക്കിക്കേ, ഈ അരയും കൂടെ കൂട്ടിയപ്പം എനിക്ക് എന്തായി? 1 എന്ന് കിട്ടി. 1. ഇവിടെ വീണ്ടും ഒരു 1 കൂടെ ഇല്ലേ, അതും കൂടെ ഞാൻ എന്താക്കി? ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 2 മീറ്റർ എന്ന് കിട്ടി. 2 മീറ്റർ. ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ 1.5 കൂടെ കൂട്ടിയാൽ എത്ര വരും? 2 വരും. ഇത് ലോജിക്കലി എൻ്റെ മക്കൾക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. ഫ്രാക്ഷനായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. അപ്പോൾ രണ്ടാമത്തേത് അങ്ങനെ പോരാ, ഒന്നുകൂടെ നമുക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ഫ്രാക്ഷൻ്റെ രീതിയിലൊന്ന് കൂട്ടി നോക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്താ നമ്മളോട് ചോദിച്ചത്? ഈ പച്ചയും നീലയും കൂടെ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് ഏതാ? ഗ്രീനും അതേപോലെ ബ്ലൂവും കൂടെ ആഡ് ചെയ്യണം. അത് നമ്മളെ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു? 1/2 മീറ്ററും അതേപോലെ 1/4 മീറ്റർ. കാൽ എന്നൊക്കെ പറയില്ലേ, 1/4 എന്ന് പറഞ്ഞാൽ 1/4 ഭാഗമാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1/2യും 1/4 ആണ്. അപ്പൊ നോക്കിക്കേണ്ട കുട്ടികളെ, ഇവിടെ നമുക്ക് 1/2ഉം അതേപോലെ 1/4ഉം ആഡ് ചെയ്യണം. നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇവരെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താടാ? അതിൻ്റെ ഡിനോമിനേറ്റർ അല്ലേ, അതിൻ്റെ താഴെയുള്ള ഛേദം എന്തല്ല? സെയിം നമ്പർ അല്ല. താഴെയുള്ള ഛേദം സെയിം നമ്പർ ആയിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്താക്കാൻ പറ്റുമായിരുന്നു? നേരിട്ട് അവിടെ തന്നെ എന്താക്കാം? ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഛേദങ്ങൾ സെയിം ആക്കാൻ വേണ്ടി നോക്കും അല്ലേ. അപ്പോൾ ഈ 2 നമ്പറും 4 ആയിരുന്നെങ്കിൽ നമുക്ക് എന്താക്കാം? ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വേഗം ഈ 2നെ 4 ആക്കി മാറ്റിക്കൂടെ എനിക്ക്? 2നെ 4 ആക്കാൻ എനിക്ക് എന്ത് ചെയ്താൽ മതി? 2നെ 4 ആക്കാൻ ഇതിൻ്റെ കൂടെ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പോരേടാ, ഒരു 2ന്റെ കൂടെ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഈ താഴെ 2ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലുള്ള 1ന് സങ്കടം വരില്ലേ? നമ്മളിതാ ഛേദത്തിൽ 2 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ അതേ സംഖ്യ കൊണ്ട് എന്ത് ചെയ്യണം? അംശത്തിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മുകളിലും നിങ്ങൾ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്താ വരിക? 1 × 2 2 എന്നും 2 × 2 4 എന്നും വരും. നമുക്കതിനെ മാറ്റി എഴുതാൻ പറ്റി. അത് +1/4 ചെയ്താൽ ഇനി ആൻസർ ആകും.
ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. കാരണം ഛേദം എന്തായിട്ടുണ്ട്, തുല്യമായിട്ടുണ്ട്. സെയിം നമ്പർ ആയി നമ്മളെ ഡിനോമിനേറ്റർ. ഇനി എന്താക്കിയാൽ മതി എൻ്റെ കുട്ടികൾ, ആ അംശങ്ങൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാ രണ്ടും ഒന്നും കൂടെ കൂട്ടിയാൽ 3 വരും. 3/4 എന്നാണ് നമ്മളെ ആൻസർ ആയിട്ട് വരിക. 3/4 നമ്മളെ 3/4 ഭാഗം എന്നൊക്കെ പറയാം. റെഡിയാണ്? അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇനി അടുത്തത് നോക്കിക്കേ എൻ്റെ കുട്ടികൾ, ഇവിടെ പച്ചയും ഓറഞ്ചും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും എന്നായിരുന്നു നമ്മളോട് ചോദിച്ചത് അല്ലേ? അപ്പോൾ അതാ ഗ്രീനും അതേപോലെ ഓറഞ്ചും. ഏതൊക്കെയാണ് ഗ്രീനും ഓറഞ്ചും? അരയും 3/4 1/2 3/4 കൂടെ ആഡ് ചെയ്യണം. ഇതേപോലെ ആഡ് ചെയ്താം. 1/2 പ്ലസ് 3/4. നേരത്തെ പറഞ്ഞ പോലെ എന്തല്ല, ഛേദങ്ങൾ ഡിനോമിനേറ്റർ സെയിം അല്ല. സെയിം ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ താഴെ 2 കൊണ്ട് ഗുണിച്ചു. അതുകൊണ്ട് എനിക്ക് മുകളിലും 2 കൊണ്ട് തന്നെ ഗുണിക്കണം. വേണ്ടേ? അപ്പം എന്താ വരുക, മൾട്ടിപ്ലൈ ചെയ്താൽ 2/4 പ്ലസ് 3/4 എന്ന് വരൂലേടാ. ഇനി നമുക്ക് നേരെ ആഡ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഡിനോമിനേറ്റർ എന്തായാലും 4 തന്നെ ആയിരിക്കും. ന്യൂമറേറ്റർ ആയിട്ടുള്ള 2നെയും 3നെയും ആഡ് ചെയ്യുക. 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 5/4 എന്ന് അവിടെയും ആൻസർ കിട്ടി. സിമ്പിളായിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേണ്ട കുട്ടികളെ, മൂന്നാമത്തത് പച്ചയും വെള്ളയും ഓറഞ്ചും കൂടെയാണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. വൈറ്റും ഓറഞ്ചും. ഇത് വൈറ്റും ഓറഞ്ചും കൂടെ ആഡ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് 1.5 1.5 എന്ന് പറയുമ്പം അതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ് അല്ലേ? 1ഉം അരയും കൂടെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതി. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? സിമ്പിൾ ഫ്രാക്ഷൻ ആക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുക? സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും താഴെ 2 ആയതുകൊണ്ട് ഇവിടെ താഴെ 2 തന്നെ വരും. മുകളിലുള്ള നമ്പർ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചേ? ഈ 2നെ 1 കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പോൾ 1 × 2 2. ആ കിട്ടുന്ന സംഖ്യനോട് മുകളിലുള്ള 1 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പം നമ്മൾ എന്താ 1 × 2 2നോട് 1 കൂട്ടണം. അപ്പം എത്ര വരും? 3 വരും. ഇതേ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക. 2നോട് 1 ഗുണിക്കുക, അപ്പം 2. അതിനോട് ആ മുകളിലുള്ള ഈ 1 അത് കൂട്ടി കൊടുക്കണം. എത്ര വരെ? 2 + 1. എന്നിട്ട് ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ എഴുതി കൊടുക്കുന്നത് പ്ലസ് 3/4 കേട്ടോ. പ്ലസ് 3/4. ഇത് എത്രയാണ് വരിക? 3/2 പ്ലസ് 3/4. നോക്കിക്കേ എൻ്റെ കുട്ടികൾ, 3/2 പ്ലസ് 3/4. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങളെ ഡിനോമിനേറ്റർ സെയിം ആണോ? അല്ല. അപ്പം നേരത്തെ പോലെ നമുക്ക് എന്ത് വേണം? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. ഇവിടെ അപ്പം എന്ത് വേണം? 2 കൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ ഗുണിക്കണം. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 6/4 പ്ലസ് 3/4 എന്ന് വരും. അപ്പോൾ നേരെ നിങ്ങൾ അംശങ്ങൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. എത്രയാണ് വരിക? 6 3ഉം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 9/4 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 9/4 മീറ്റർ. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതാരൊക്കെയായിരുന്നു? ഗ്രീനും വൈറ്റും ഓറഞ്ചും കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും എന്നാണ് നമ്മളതാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ല, 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഗ്രീനും വൈറ്റും ഓറഞ്ചും കൂടെ ആഡ് ചെയ്യണം. അരയും 1.5യും 3/4 കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ ഇതേപോലെ ആഡ് ചെയ്യാനുള്ള ഫ്രാക്ഷൻ്റെ ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ അത് വിട്ടേക്കരുത്. ഇക്കാര്യം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് മിസ് അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.